വെല്ലുവിളിക്കുന്നു. എന്ത് കാര്യം ചെയ്തു ഈ 5 വർഷമായിട്ട് ഇവിടുത്തെ ധനകാര്യമന്ത്രി എന്ന് പറയണം. സങ്കടം തോന്നുന്നുണ്ട്. 2021 മുതൽ 26 വരെ ആയ ഈ കാലഘട്ടത്തിൽ നിങ്ങളെല്ലാവരും സാക്ഷിയാണല്ലോ. നിങ്ങളൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾ സാക്ഷിയാണല്ലോ. ഒരു ധനകാര്യമന്ത്രിയായി ഇരിക്കുന്ന ഒരു മണ്ഡലത്തിൽ ഇങ്ങനെയാണോ വരേണ്ടത്? കൊഞ്ചം അങ്ങ പാரு കണ്ണ. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കൂടി വളരെ നല്ല പ്രവർത്തനം നടത്തി പാർട്ടിയിലൂടെ SFIയിലൂടെ DYFIയിലൂടെ അഖിലേന്ത്യാ തലത്തിൽ ഉയർന്നു നിൽക്കുന്ന മികവുറ്റ ഒരു സംഘാടകനായിട്ട് മാറിക്കൊണ്ടും വിദ്യാഭ്യാസ മേഖലയിൽ നല്ല മികവ് പുലർത്തി നിയമ ബിരുദാനന്തര ബിരുദവും ഒക്കെ എടുത്ത് പഠനവും സംഘടനാ പ്രവർത്തനവും ഒരുപോലെ കൊണ്ടുപോയിക്കൊണ്ട് നമ്മുടെ നാടിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറി ഏറ്റവും മികച്ച രാജ്യസഭാംഗമായി മാറിയ ആളാണ് സഖാവ് KN ബാലഗോപാൽ. നമ്മളുടെ സുസ്ഥിര വികസന സൂചികയുടെ ഏത് ഇൻഡെക്സ് വെച്ച് അളന്നാലും ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ ഏറ്റവും ഫാസ്റ്റായി വിദ്യാഭ്യാസ രംഗത്തും വൈജ്ഞാനിക രംഗത്തും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമായി, ഒരു ജില്ലയായി, ഒരു ഗ്രാമമായി കൊട്ടാരക്കര മാറുകയാണ്. സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഒരു കൊച്ചനുജനെ പോലെ, എൻ്റെ ഒരു ഇളയ സഹോദരനെ പോലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് ബാലഗോപാൽ സഖാവ്. നിരവധത്തിൽ അദ്ദേഹം MP ആയിരിക്കുന്ന സമയത്ത് നിരവധി കാര്യങ്ങൾ ഈ താലൂക്ക് ആശുപത്രിയിലെ ഇന്ന് ഉള്ള ICU യൂണിറ്റ് തന്നെ നോക്കിയാൽ നമുക്കറിയാം. അതുപോലെ ആംബുലൻസ് വാങ്ങിക്കൊടുത്തിരുന്നു. മറ്റ് റോഡുകളുടെ ആയാലും വായനശാലകൾക്കായാലും ഒക്കെ നിരവധി കാര്യങ്ങൾ രാജ്യസഭാംഗമായിരുന്നപ്പോൾ പോലും ഞങ്ങളൊക്കെ പറയുമ്പോൾ അതെല്ലാം തന്ന് വളരെ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളിലായാലും സ്ത്രീകളുടെ പ്രശ്നങ്ങളിലായാലും സമൂഹത്തിലുള്ള മറ്റെല്ലാ പ്രയാസങ്ങളിലും ഇടപെട്ടുകൊണ്ട് വളരെയേറെ കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും മുൻനിരയിൽ പ്രവർത്തിച്ച നല്ല ചുറുചുറുക്കുള്ള നല്ല കഴിവുള്ള ആളെ തന്നെയാണ് ഇത്തവണ ഈ പ്രസ്ഥാനം സ്ഥാനാർത്ഥിയാക്കി വെച്ചിട്ടുള്ളതെന്ന് എടുത്തു പറയാതിരിക്കാൻ വയ്യ. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റ സന്തോഷമാണ്. ഈ ഗ്രാമപഞ്ചായത്തിന് അഭിമാനിക്കത്തക്ക രീതിയിൽ ബഹുമാനപ്പെട്ട ബാലഗോപാൽ മിനിസ്റ്റർ ധനകാര്യ വകുപ്പുമായി വന്ന് ബന്ധപ്പെട്ടപ്പോൾ ഈ സ്റ്റേഡിയത്തിന് 1 കോടി രൂപ അനുവദിക്കും. ഈ ഇളകമംഗലത്തെയും കുളക്കടയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലം പുനർനിർമ്മാണം നടത്തിയത് ഒരു വലിയ നേട്ടമാണ് ഞങ്ങളുടെ ഇളകമംഗലം നിവാസികൾക്ക്. നിങ്ങളുള്ള പാലങ്ങളെ വന്നെങ്കിൽ നാട് വികസിക്കുള്ളൂ. $30 ലക്ഷം ഇവിടെ ഒരു റോഡിന്, ഒരു ഗ്രാമത്തിലെ ഒരു റോഡിന് 18-ാം പടി കോമേത്ത് റോഡെന്ന രീതിയിൽ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അൽഫോൻസ മീനങ്കാട്ട് റോഡ് 20 ലക്ഷം രൂപയുടെ ഒരു റോഡ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബാലഗോപാൽ സാറ് സ്ഥലത്ത് MLA മന്ത്രിയായപ്പോൾ ഒരു ഹൈടെക് മാർക്കറ്റ് തന്നെ പുത്തൂർക്കാർക്ക് സംഭാവന ചെയ്തതിൽ വലിയ നന്ദി. ജനങ്ങളുടെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു ഈ ഷോപ്പിംഗ് കോംപ്ലക്സ്. ആധുനിക കേരളത്തിന് അനുയോജ്യമാവുന്ന രീതിയിലാണ് ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഒരു നിർമ്മാണം. ബാലഗോപാൽ സാറ് എന്തെല്ലാം കാര്യങ്ങളാണ് ഞങ്ങൾക്കിവിടെ കുഴിമതിക്കാടും കരിപ്പറ പഞ്ചായത്തിലും ചെയ്തിരിക്കുന്നത്. നമ്മുടെ MLA ധനകാര്യമന്ത്രി കൂടിയായ ബാലഗോപാൽ സാറ് ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂന്തോട്ടം തന്നതുപോലെ 1,10 ലക്ഷം നമ്മുടെ ഗവൺമെൻറ് LPS സ്കൂളിന് അനുവദിക്കുകയും കഴിഞ്ഞ വർഷം ആ ഒരു സ്കൂൾ കെട്ടിടത്തിൻ്റെ പണി കഴിയുകയും ചെയ്തു.
കുഞ്ഞിക്കവിൾ മേഘമേ തുള്ളിത്തോളുമ്പാതെ നീ. ഇത് പുത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ലാംഗ്വേജ് ലാബാണ്. KSFA കൂട്ടി CSR ഫണ്ട് ഉപയോഗിച്ചാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ലാബ് നമുക്കിവിടെ സ്ഥാപിക്കാൻ പറ്റിയിട്ടുണ്ട്. എല്ലാ പരിമിതികളെയും അതിജീവിക്കാൻ ഉതകുന്ന ഒരു പുതിയ ബിൽഡിംഗ് ആണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഇന്ന് ഈ സ്കൂളിന് വേണ്ടുന്ന എല്ലാ ഭൗതിക സാഹചര്യങ്ങളും അടങ്ങുന്ന ഒരു കെട്ടിടം നമുക്ക് ഈ തൃപ്പുലഴികം ദേശത്തിന് ലഭിച്ചിരിക്കുന്നു. വളരെ സന്തോഷപ്രദമായ കാര്യമാണ്. നമ്മുടെ MLAയും മിനിസ്റ്ററുമായ KN ബാലഗോപാൽ അവറുകളുടെ ശ്രമഫലമായി നമുക്ക് ഒരു ബഹുനില കെട്ടിടം കിട്ടിയിരിക്കുകയാണ്. 6ഓളം ക്ലാസ് മുറികളും ഓരോ നിലയിലും ടോയ്ലറ്റ് സഹിതമുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളും കുട്ടികൾക്ക് ലഭിച്ചിരിക്കുകയാണ്. കൊട്ടാരക്കരയിൽ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ പരമ്പരാഗത കോഴ്സുകളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഈ കൊട്ടാരക്കര മേഖലയിലെ കുട്ടികൾക്ക് പുതിയ കോഴ്സുകൾ പഠിക്കാനുള്ളൊരവസരം നമ്മുടെ നിയോജക മണ്ഡലത്തിൽ തന്നെ ഉണ്ടാകണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ആണ് നമ്മുടെ കൊട്ടാരക്കരയിൽ IHRDയുടെ അപ്ലൈഡ് സയൻസ് കോളേജ് വന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട MLAയുടെ ഫലമായിട്ട് കോളേജിന് ഒരു കോളേജ് ബസ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ CSR ഫണ്ട് ഉപയോഗിച്ചിട്ട് കമ്പ്യൂട്ടർ ലാബ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. സ്വന്തമായിട്ടൊരു സ്ഥലമില്ല എന്നൊരു വിഷയം ഞങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞങ്ങളുടെ MLAയോട് ഞങ്ങളുടെ ഈ ആവശ്യകത ഉന്നയിക്കുകയും അത് അദ്ദേഹം വളരെ സീരിയസ് ആയി ഏറ്റെടുക്കുകയും സമയബന്ധിതമായിട്ട് സ്ഥലം കണ്ടെത്തി തന്നു. പെട്ടെന്ന് തന്നെ ബിൽഡിംഗ് പണിയുവാനും കഴിഞ്ഞു. മുന്നോട്ടു വേഗം പോകാം. ഒന്നുകൂടി പറയാനുണ്ട്, ഒരു തുടർച്ചയുണ്ടാകണം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന്റെ. ഈ നാട്ടിലെ ജനങ്ങളെ, സാധാരണക്കാരും പാവപ്പെട്ടവരും ഇടത്തരക്കാരും ഏത് തട്ടിലുള്ളവരെയും പരിഗണിച്ചുകൊണ്ടുള്ളൊരു ഭരണം, കഠിനതകളെ മുഴുവൻ അസാധ്യമെന്ന് നമുക്ക് തോന്നുന്ന പല പ്രയാസങ്ങളെയും ശക്തമായിട്ട് അതിജീവിച്ചുകൊണ്ട് നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ ഫീല് പറയുകയാണ്, എനിക്ക് പോലും നല്ല ധൈര്യം വന്നിട്ടുണ്ട്. വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ധൈര്യമായിട്ടിരുന്നു നമ്മൾ അതിനെ അതിജീവിക്കും. ആ പ്രളയമൊക്കെ വന്നപ്പോഴത്തെ ആ വാക്കുകൾ ഞങ്ങളെ കൂടി ശക്തരാക്കിയത് കൊണ്ട്, ഞാനല്ലാതെ വേറൊന്നിനും പറയല്ലത്, ഞങ്ങളെ കൂടി ശക്തരാക്കിയത്. അത്ര അതിശക്തമായിട്ട് എല്ലാ വകുപ്പുകളും ഒരുമിച്ച് ചേർത്ത് നിർത്തി, ജനങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ഒരുപോലെ കൊണ്ടുപോയ ഒരു 5 വർഷക്കാലമാണ് കടന്നിട്ടുള്ളത്. നിശ്ചയമായിട്ട് ഒരു തുടർച്ചയുണ്ടാകണം. ഈ പെൻഷൻ, ഈ ശമ്പള പരിഷ്കരണം, ജോലിക്കുള്ള ഇവിടെ തന്നെ തൊഴിൽ നൈപുണ്യ കേന്ദ്രം വന്നു കഴിഞ്ഞല്ലോ, 2 എണ്ണം വന്നു കഴിഞ്ഞു. പഠിക്കാനുള്ള സൗകര്യങ്ങൾ, സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ, ആശുപത്രികൾ മെച്ചപ്പെടുത്തിയത്, കോവിഡിന് നയാ പൈസ ചെലവില്ലാതെ ലോകത്തിൽ ചികിത്സയുള്ളത് ഇവിടെയാണ്, ഗവൺമെന്റ് മേഖലയിൽ. ഇതെല്ലാം കാണാതിരിക്കാൻ നമുക്ക് പറ്റുമോ? കാർഷിക മേഖലയിലുള്ള മെച്ചങ്ങൾ പറഞ്ഞാൽ തീരാത്തത്ര നിരവധി കാര്യങ്ങൾ മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, ആരെയും പട്ടിണി കിടത്താതെ കൊണ്ടുപോകുന്ന, കോവിഡ് വന്ന് എല്ലാം ലോക്ക്ഡൗൺ ആയപ്പോഴും ഒരു മനുഷ്യൻ പട്ടിണി കിടക്കാതെ കിറ്റും കൊടുത്ത് അരിയും കൊടുത്ത് എല്ലാ സാധനങ്ങളും കൊടുത്ത് അവരെ പരിരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റ്, ഇവിടെ കരുതാൻ ഒരാളുണ്ട്, ഒരു ഗവൺമെന്റ് ഉണ്ട് എന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കി കൊടുത്ത, ജനാധിപത്യ വ്യവസ്ഥയിലൂടെ ഭരണഘടനാനുസൃതം പ്രവർത്തിച്ചു വന്ന മതനിരപേക്ഷതയും അതുപോലെ തന്നെ ജനാധിപത്യവും സംരക്ഷിച്ചുകൊണ്ട് ഏറ്റവും തിളക്കമാർന്ന പ്രവർത്തനം. രാഷ്ട്രീയ എതിരാളികളാണ് കേന്ദ്രം ഭരിക്കുന്നതെങ്കിലും എല്ലാത്തിനും 1ാം സ്ഥാനം ഈ കേരളത്തിന് കിട്ടിയത് വെറുതെ അല്ലല്ലോ എന്ന് നമുക്കറിയാം. അപ്പൊ ഇങ്ങനെയെല്ലാമുള്ള ഗവൺമെന്റിന്റെ ഒരു തുടർച്ചയായിട്ട് കൊട്ടാരക്കര മണ്ഡലത്തിലും നല്ല നിലയ്ക്കുള്ള ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സഖാവ് KN ബാലഗോപാൽ ജയിച്ചു വരിക തന്നെ വേണം.